ഗൂഢാലോചന പൊളിയുന്നു, സതീശൻ ക്യാമ്പിൽ കൂട്ടം നിലവിളി. രാഹുലിനെതിരെ നടത്തിയ ഗൂഢാലോചനകൾ ഒന്നൊന്നായി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരാവേശത്തിൽ കേസെടുത്ത് അന്വേഷിക്കുവാൻ ആവശ്യപ്പെട്ട CPM നേതൃത്വവും പദ്ധതികൾ എല്ലാം ആസൂത്രണം ചെയ്ത സതീശനും പെട്ടു. പോലീസ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി പരാതിക്കാരെ എങ്ങനെയെങ്കിലും ഒപ്പിക്കുവാനുള്ള തീവ്ര ശ്രമത്തിലാണ്. പരാതിക്കാർ ആരും ഇല്ലാത്തതിനാൽ കുണ്ടന്നൂർ അവന്തികയെ ഒക്കെ ഇറക്കിയതുപോലെ ആരെയെങ്കിലും ഒക്കെ ഒന്ന് ഇറക്കി അതിന്റെ പേരിൽ ഒരു അന്വേഷണ പ്രഹസനം നടത്താം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇത് വലിച്ചു നീട്ടി കൊണ്ടുപോകാനുമാണ് പദ്ധതി. നിയമപരമായി രാഹുലിനെ പൂട്ടുവാൻ പറ്റിയില്ലെങ്കിൽ ആരോപണത്തിന്റെ മുൾമുനയിൽ നിർത്തി നശിപ്പിക്കാം എന്ന വ്യാമോഹത്തിലാണ് സതീശനും CPM-ഉം. പെൺവിഷയത്തിൽ കുടുക്കി രാഹുലിനെ അറസ്റ്റ് ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിൽ വ്യാജ ID കാർഡ് കേസിൽ സതീശന്റെയും സിൽബന്തിയുടെയും കയ്യിൽ നിൽക്കുന്ന യൂത്ത് കോൺഗ്രസിലെ ഏതെങ്കിലും ഒരു പ്രവർത്തകനെ കൊണ്ട് വ്യാജ മൊഴി നൽകിച്ച് തെളിവുണ്ടാക്കി അകത്താക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. മൊഴിയെടുക്കുവാൻ എന്നും പറഞ്ഞ് ശനിയാഴ്ച രാഹുലിനെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്ത് റിമാൻഡിൽ വിട്ടയക്കുവാനായിരുന്നു പദ്ധതി. ശനിയാഴ്ച കോടതി സമയം കഴിയുമ്പോൾ അതകത്തെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യിപ്പിക്കുവാനായിരുന്നു പദ്ധതി. സതീശനും തന്ത്രപൂർവ്വം ഇവിടെ നിന്നും മാറിയിരുന്നു. ചുരുക്കം പറഞ്ഞാൽ രാഹുൽ ഇപ്പോഴും അപകടനില തരണം ചെയ്തിട്ടില്ല. എങ്ങനെയും രാഹുലിനെ ഒരു ദിവസം അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തിന്? പിടിച്ചു നിൽക്കുവാൻ. രാഹുലിന് നീതി കിട്ടുന്നതുവരെ പോരാടുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച മിഷൻ 60യുടെ 6ാം ദിനവും അമ്മമാർ ആവേശത്തോടെ രാഹുലിനു വേണ്ടി പ്രതികരിക്കുകയാണ്. ഈ വിഷയം കേൾക്കുമ്പോൾ ചിലരെങ്കിലും കരുതിയേക്കാം ഇവർക്ക് സംസാരിക്കുവാൻ മറ്റു വിഷയങ്ങളൊന്നുമില്ലേ എന്ന്. 1000 വിഷയങ്ങളുണ്ടെങ്കിലും പ്രിയമുള്ളവരെ, ഈ വിഷയം നാം വിട്ടുകളയരുത്, വിസ്മരിക്കരുത്. ഒരു വശത്ത് സംഘടിത ആക്രമണത്തിനിരയായിക്കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരന് നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. നമുക്ക് ചെയ്യാവുന്ന ഏക കാര്യം ഇദ്ദേഹത്തിന് നീതി ലഭിക്കുന്നതുവരെ മുറവിളി കൂട്ടുക എന്നത് മാത്രമാണ്. ഇനി അമ്മമാരുടെ പ്രതികരണങ്ങളിലേക്ക് i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്. അമ്മമാരുടെ പ്രതികരണങ്ങൾ. കമലം പൂജപ്പുരം മടവുമൾ വാർഡ് കമലം. രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം പറയാൻ വിളിച്ചതാണ് കേട്ടോ. മക്കളെ, എനിക്ക് 80 വയസ്സായി കേട്ടാ. ആ കൊച്ചെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ പടുകുടിയില ഈ സതീശൻ ഇട്ടത് വേറൊരു തെണ്ടിത്തനായിപ്പോയി. മനസ്സിലായ? ഞാൻ പറഞ്ഞു എന്നെ കേസ് കൊടുത്ത് ജയിലിലാക്കിയാലും കുറ്റമില്ല. എന്തെന്ന് വെച്ചാൽ എനിക്ക് നടക്കാൻ പറ്റൂല. ഞാൻ വാക്കറിലാണ് ഇരിക്കുന്നത്. പിണറാജിയുടെ പരിപാടി കണ്ട് അത് പിന്നീട് രാഷ്ട്രീയത്തെ ഞാൻ നോക്കിയത്. അത് പിന്നീട് മക്കള് മാങ്കൂട്ടം വന്ന്, അവൻ വന്ന്, ഷാജി വന്ന്, ഉമ്മൻചാണ്ടി, നമ്മള് ചാണ്ടികുമ്മൻ വന്ന്, ഈ 3 മക്കളും തന്നെ എനിക്ക് അറിയപ്പെട്ട പയ്യനായിട്ട് ഞാൻ വഹിക്കുന്നത്. ഈ 3 പിള്ളേരും അത് കോൺഗ്രസ് മുന്നോട്ട് നിൽക്കും. ഈ തെണ്ടികള്, ഈ കോൺഗ്രസ് നേതാക്കളുടെ പന്ന റാസ്കന്മാരാണ്. ഏതല്ല പണത്തിക്കാക വേണ്ടിയാണ് ഇവരിപ്പം കൈക്കൊട്ടത്. പിണറായി അങ്ങേരുക പൈസ വാങ്ങിയാണ് ഈ സതീശൻ ഇങ്ങനെ ആയത്. ആ പെണ്ണെ ഇറക്കിയത് കോടിക്കണക്കിന് രൂപ കൊടുത്താണ് ഇവർ ഇറക്കിയതും കൂടെ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു കാരണവശാലും അവനെ MLA സ്ഥാനം രാജിയും വയ്ക്കലെന്ന് പറയുന്നത്. ഇനി അത് നിന്നാൽ നല്ല ഒരു മന്ത്രി ഷാജിയും ഇവനും ചാണ്ടിയുമ്മ എല്ലാം ഈ പിള്ളേർ കൊച്ചു പ്രായത്തിലുള്ള വയസ്സായി കുളിക്ക് കാല് നീട്ടിയിരിക്കണവന്മാർ എന്തൊരു മണ്ണാങ്കട്ടി ഇവന് ചെയ്യാനാണ് പോണത്. സ്വന്തം കീസയിൽ നിറയും. ഭാര്യയും ഭർത്താക്കന്മാർ അവരെ മക്കളെ എല്ലാം നനയ്ക്കും. നാട്ടുകാരിലാവുന്നില്ല. ഈ 3 എണ്ണവും നിന്നെങ്കിൽ നാട്ടുകാരിൽ എന്തെങ്കിലും ഒരു സഹായം ചെയ്യുമായിരുന്നു. പാവപ്പെട്ട അമ്മമാരെ നോക്കുമായിരുന്നു, എല്ലാം ചെയ്യുമായിരുന്നു. കോൺഗ്രസ്സുകാര് വീട്ടിൽ വോട്ട് ചോദിച്ചു വന്നാൽ അമ്മ എന്നാ പറയും? കൊടുക്കൂല മക്കളെ, നമ്മൾ കൊടുക്കൂല. അമ്മനുള്ളിൽ കൊടുക്കൂല. നിൽക്കുന്ന സതീശനോ ചെന്നിത്തലയോ, ഈ ചെന്നിത്തലയും അറിയാം, സതീശനെ അറിയാം. സതീശനൻ പന്നയാളാണ്. ഇത്രയും ദുഷ്ടത്തനം കാണിച്ചിട്ടുണ്ട്. കേക്ക് മുറിക്കാൻ പോണെങ്കിൽ അപ്പൊ അങ്ങേരുടെ മോളായിരുന്നു ഇത്. അല്ല വേറെ ഒരു മാറ്റം ഇല്ല. അങ്ങേര് അവന്റെ 2ാം തമിഴ്നാട്ടിലെല്ലാം പറയില്ല, 2ാം വീട്, കൊച്ചു വീട്, ചെറിയ വീടെന്നെല്ലാം പറയുന്നില്ല. ഞാൻ തമിഴത്തിയാണ് കേട്ടോ മക്കളെ. ചെറിയ വീട്, ചിന്ന വീട് വെച്ചിരിക്കാൻ പറയുന്നില്ല. അങ്ങനെയൊക്കെ ചിന്ന വീട്ടിലുള്ള പെണ്ണാണ് ആ പെണ്ണ്. അവള് സിനിമ നടിയാണ്. അവള് വേച്ചായിരിക്കുന്നത്. അവളാണ് സിനിമ നടി. അതോടെ അളകാന പിള്ളേർ ഇഷ്ടം പോലെ നമ്മളെ നാട്ടിലുണ്ടല്ലോ. പാവപ്പെട്ട കൊച്ചിനെ ഇങ്ങനെ ചതിക്കല്ല. ദൈവത്തെ കുരിശിലെ അറച്ചതുപോലെ ആ പയ്യനെ ഇങ്ങനെ ആക്കല്ല കേട്ടാ. എന്തെന്ന് വെച്ചാൽ എനിക്ക് ഇത്തിരി 80 വയസ്സായവർ എനിക്ക് രാഷ്ട്രീയം ഒന്നും എനിക്ക് അത്രയായിട്ട് മനസ്സിലാകില്ല. എന്നാലും ഇപ്പൊ എനിക്ക് അങ്ങനെയാണ്. ഞാൻ പത്രം എല്ലാം വായിക്കുന്നത് കൊണ്ട് എനിക്ക് ലേശം ഒരു മനസ്സിലുണ്ട്.
കേരളത്തിൽ 54-56 വർഷമാണ് മക്കളെ. 50 വർഷം. എനിക്ക് മൂത്ത മോനക്ക് 52 വയസ്സാവണം. മൂത്ത പിള്ളേക്ക്. ഇളയ പിള്ളേക്ക് 51 വയസ്സാവണം. മകൾക്ക് 2 ആൺപിള്ളയും 1 മകളും. മകൾക്ക് 49 വയസ്സാകുന്നു. സങ്കടം കൊണ്ട് പറയണതാണ് കേട്ടാ. ആ മാങ്കൂട്ടത്തെ ഒരു കാരണവശാലും എന്റെ പിള്ളയെ കൈവിടല്ല. നിങ്ങൾ എല്ലാരും കൂടെ നിന്ന്. ഇതുകൊണ്ട് ഇവൻ എന്തെങ്കിലും ഇമേജിന് ഒരു ദോഷം പറ്റിയോ അതോ കോൺഗ്രസിനാണോ നഷ്ടം ഉണ്ടായിരിക്കുന്നത്? അപ്പോ മക്കളെ കോൺഗ്രസിന് നഷ്ടം അല്ലാതെ വേറെ എന്തിനാണ് നഷ്ടം? ഞാന് ഇവനും ആരെങ്കിലും വോട്ട് നിന്ന ആരും ജയിക്കുന്നില്ല. ഇവരാരും വോട്ട് കൊടുക്കില്ല. മനസ്സിനായിട്ട് പറഞ്ഞവർ ആരും ഇവർക്ക് ഈ വയസ്സാന കിളവന്മാരുകൾ കൊടുക്കില്ല. ഈ 3 പിള്ളേരിൽ നിന്ന 3 പിള്ളേരും ഫസ്റ്റ് ക്ലാസ് ആയിട്ട് ജയിക്കും. அதுதான் நான் சொன்னேன்ப்பா. அதே மாதிரி ஒரு காரணம். அதே மாதிரி அவனுக்கு அம்மைக்கு என்ன சங்கடம் இருக்கு அந்த பிள்ளைக்கு. அம்மைக்கு எனக்கு சைக்கிள் எனக்கு பயங்கர சங்கடம். இது கேட்டான்னு முதலே எனக்கு கரைச்சிருக்காரு. அப்படியாக நான் வீட்டில் மக்களொன்னும் இல்லை. யாரும் இல்லாதோண்டு நான் நம்பர் நேரத்தையே குறிச்சு வச்சுட்டாங்க. 2-3 தடவை உண்டாங்க நான் கூடுது. எந்த மக்களை ஒரு காரணவசால் அந்த பிள்ளையை கைவிடல. சாண்டி உண்மை அதே மாதிரி சாய் பையனை இப்போ மெனஞ்சான்னு சாரியா ആ പയ്യനെ ഞാൻ വണ്ടിയിലെല്ലാം ചേർത്തെടുത്ത് അതായിട്ട് പാടുപെടുത്തുന്നു. എന്തൊരു മണ്ണാങ്കട്ടി ഇവനെ എങ്ങനെയെല്ലാം ചെയ്യണത്. ഇവനോട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കണം. അതേമാതിരി കോൺഗ്രസിന് ഇവനോട് 2 പേർക്കും ഭ്രാന്ത് പിടിച്ചിരിക്കണം തലയ്ക്ക്. ഇവനോട് മനസ്സിൽ അത്രയ്ക്ക് ഒരു മനസ്സാക്ഷിയില്ലാകും. ഈ ചെന്നിത്തലയ്ക്കോ ഈ സതീശന് അത്രയ്ക്ക് അറിഞ്ഞൂടാകും. ഇപ്പൊ ഉണ്ട കണ്ണും വെച്ചിട്ട് അവൻ മോൾക്ക് കേക്ക് മുറിച്ചിരിക്കണം. എങ്ങനെയാണ് മനസ്സാക്ഷിയായിട്ട് ഇവൻ എങ്ങനെ ചെയ്തത്? ആ പിള്ളേർ ചെയ്ത് വെച്ചിട്ട് എനിക്ക് ഭയങ്കര സങ്കടപ്പെട്ട് ഞാൻ വിളിക്കണത്. എനിക്ക് കരച്ചത് തന്നെ മക്കളെ. ഞാൻ കരയിൽ തന്നെ ചെയ്യും. എനിക്കിടയിൽ അത് പിള്ളേ എനിക്ക് ഭയങ്കര സങ്കടം. നമുക്ക് എന്നെ ചെയ്യാം മക്കളെ? ആ പിള്ളേക്ക് അളകിന് ചന്തത്ത് അവന്റെ അന്തത്തിന് അവന്റെ പഠിപ്പിനും അവന്റെ വിവരത്തിനല്ല. അങ്ങേരുടെ കട്ടക്ക് നിൽക്കുന്നത് ഇവൻ ഒരുത്തൻ തന്നെ. അതിന് അവരായിട്ട് ചെയ്ത വേല ഇതിൽ കോടിക്കണക്കിന് രൂപ അത് പെണ്ണുകൾ കിട്ടിയിട്ടുണ്ട്. അത് ചെന്നിത്തലയ്ക്കും അറിയാം, പിന്നെ ഈ സതീശനും അറിയാം. സതീശന് 3 പേരും അറിഞ്ഞ് ചെയ്ത വേലയാണ്. ആ പെണ്ണിന് കോടിക്കണക്ക് കൊടുക്കണം. അവള് ഗർഭമുണ്ടെന്നില്ല അവൻ എന്നെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഒരു വാക്ക് പറഞ്ഞാൽ പോരാതാകാം. അതേമാതിരി നടക്കാം എല്ലാം. ഇതേമാതിരി കള്ളന്മാരാണ്. കള്ളം കാലിന് കഞ്ഞി വെച്ചവരാണ് ഈ 2 പേരും. ചെന്നിത്തലയും ഈ സതീശനാണ് ഈ ലെവൽ കള്ളൻ. അവന് വോട്ട് കിട്ടിയാലും അവൻ മുഖ്യമന്ത്രി ആവാം. അവൻ ആര് വോട്ട് കൊടുക്കും? നമ്മ പോലെയുള്ള അമ്മമാർക്ക് സങ്കടം കാണണം. സങ്കടം കണ്ട് അവനക്ക് ആര് വോട്ട് കൊടുക്കും? ആരും വോട്ട് കൊടുക്കുകയില്ല. ഒറ്റ വോട്ട് കൊടുക്കുകയില്ല. അല്ല ഈ പിള്ളേർ 3 പേരും വരട്ട്. പിന്നെ സാജിയും പിന്നെ മാങ്കുട്ടവും പിന്നെ ചാണ്ടി ഉമ്മൻചാണ്ടിയെ പഠിച്ച പാടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് പത്രത്തിൽ വായിച്ചു തന്നെ ഞാൻ കണ്ടിട്ടുള്ളത്. ഉമ്മൻചാണ്ടിയെ പഠിച്ച് അങ്ങേർക്ക് ആ ചരിതേവർക്ക് വ്യത്യാസമില്ല. അതേ മര്യാദ ഈ പിള്ളേരാക്കിയാണ്. ഇവനുള്ളെല്ലാം പ്രാന്ത്. മക്കളൊക്കെ ലാസ്റ്റ് ഘട്ടവിന് ജയിപ്പില്ലെങ്കിൽ ഇവനെ പെണ്ണ് കേസെടുത്തിടും. ജനങ്ങൾക്കെല്ലാം തെരിഞ്ഞ് പുരിഞ്ചാച്ച് ഇതെല്ലാം ഇവന്മാരുടെ തന്ത്രം ഇവന്മാരുടെ എല്ലാം അടവ് എന്ന് എല്ലാവർക്കും നല്ല പുരിഞ്ചാച്ച്. അതുകൊണ്ട് ഇതൊന്നും വില പോകില്ല. எல்லாருக்கும் தெரியும் மக்களை. எல்லாருக்கும் தெரிஞ்சு இவனை பணத்துக்காக வேண்டி തന്നെ ഇവനെ ചെയ്യണമെന്ന് എനിക്ക് നമുക്ക് தெரியும். കാരണം എന്നെ സതീശന് നല്ലതുപോലെ മുഖ്യമന്ത്രി കൊടുത്തിട്ടുണ്ട്. ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. அதை വച്ചിട്ട് തന്നെ அவங்க ചെയ്യണത്. ആന ഇത് വേല ചെയ്യണ സ്വന്തം മക്കളെ മോനെ പോലെ കൊണ്ട് നടന്ന് കുരവളെ അർത്ഥതുപോലെ ആയിരുന്നു. ഈ പഴയകാലം ഈ യേശുക്രിസ്തുവിന്റെ ഒരു പുരാണത്തിലുണ്ട്. ജോസഫെ കൊണ്ട് സഹോദരങ്ങൾ പടുകുടിയിൽ ഇട്ടതുപോലെ 4-5 പേര് ചേർന്ന് ജോസഫെ കൊണ്ട് പടുകുടിയിൽ ഇട്ട് കളയും. കൊല്ലാൻ ഇട്ട് കളയും. അതേമാതിരി ഇതെ കൊണ്ടു നടന്ന് അവൻ ഇട്ടതുപോലെ ആക്കിപ്പോട്ട്. നിങ്ങളെ ചാനൽ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ. എപ്പം വെച്ചാലും ഇത് തന്നെ കാണുകയില്ല. ഇപ്പൊ പറനാടൻ ചാനലാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പൊ അങ്ങേരുടെ ചാനൽ ഞാൻ അധികമായിട്ട് കാണുന്നില്ല. ഇപ്പൊ നിങ്ങളുടെ ചാനലാണ് ഞാൻ കാണുന്നത് കേട്ടാ. ഇത് കോഴിക്കോട് നിന്നാണ് വിളിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഞാൻ രാഹുലിനെ പറ്റി ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ. എന്റെ പേര് സുബൈദ. രാഹുലിനെ ഒരു കാരണത്താലും നിങ്ങൾ കൈവിടരുത്. നിങ്ങളൊരു ചാനലിൽ ഇത് എടുത്ത് എനിക്ക് 1000 അഭിനന്ദനം ഞാൻ നിങ്ങൾക്ക് അനുവദിക്കേണ്ടത്. ഞാൻ എപ്പോഴും ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വിചാരിച്ചാല് ഈ പിന്നെ കളവന്മാരെല്ലാം പിടിച്ചും കണ്ടിട്ട് വെത്തില കുത്താൻ വീട്ടിൽ കൊണ്ടിങ്ങാണ്ട് ഇടുങ്ങള്. കാരണം എന്താന്ന് വിചാരിച്ചാല് ഈ ചെറുവന്തി കുണ്ടന്മാര് വന്നിട്ട് അധികാരത്തിൽ കയറിയിട്ട് പോലെ അതിൻ്റെതായിട്ടുള്ള ശ്രമപോരം നടത്തട്ടെ. നാട് ഞങ്ങൾക്ക് തന്നെ കിട്ടട്ടെ. കാരണം എന്ന് വിചാരിച്ചാല് എല്ലാ സ്ഥലത്തും CPM കടന്നു കൂടിയിട്ട് അവിടെ ഇവിടെയും പിത്തനുണ്ടാക്കി കാണ്ട് CPM പിന്നെ BJP പാടിട്ട് വരിച്ചു കണ്ടിട്ട് നാട് കുട്ടിച്ചോറ് ആക്കിയിട്ട് അവിടെ കൊല ഇപ്പുറം കൊല എല്ലാം നടത്തിയും കണ്ടിട്ട് അവരെന്നെ മുന്നോട്ട് വരണമെന്നുള്ള ആഗ്രഹത്തിലാണ് ഈ പിന്നെ വളർന്നു വരുന്ന കുണ്ടന്മാരെ ഇട്ടും കണ്ടിട്ട്
തകർക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൂട്ടുപിടിച്ചിങ്ങാണ്ട് ഈ VD സതീശനല്ലേ കൂട്ടുപിടിച്ചിങ്ങാണ്ടിട്ട് കളിക്കണത്. ഞങ്ങൾ ഇവിടെ ഇതിന്റെ അകത്ത് ചാനൽ കൊണ്ട് അവരോട് പറഞ്ഞേക്കുണ്ട്, അവരൊരു സ്ഥാനാർത്ഥിയായി അവിടെ നിന്നാല് അതുകൊണ്ട് ജയിച്ച് കസാലിന്റെ മോളിൽ അധികാരത്തിൽ കയറണില്ലാന്നറിയിക്കുക. സാധാരണക്കാരായി കിടക്കണം ഞങ്ങളാണ് ഇതിനു വേണ്ടി പാതിലാന്തോറും നടന്നിട്ടും ചെയ്തിട്ടും ഉറക്കൊഴിഞ്ഞിട്ടും പിന്നെ വീട്ടിൽ കയറി ഇതാക്കിയിട്ടും എല്ലാം ജയിപ്പിച്ച് വിടേണ്ടത് എന്തിനെന്നുള്ള ഞങ്ങൾ സാധാരണക്കാരായ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഗുണം എന്തെങ്കിലും കിട്ടാനാണ് രാജ്യത്തിന് വേണ്ടി ഞങ്ങളെ വീട്ടിലേക്ക് കിട്ടണം എന്നുള്ളതല്ല, രാജ്യത്തിന് ആർക്കെങ്കിലും പാവപ്പെട്ടവർക്കല്ലേ എന്തെങ്കിലും ചെയ്യും. അങ്ങനത്തെ ഈ കൊണ്ടുവരെ നമ്മൾ ഷാഫി പറമ്പിനെ എനിക്ക് മകനായി ഇതൊന്നും പെറുന്നീലല്ലേ എന്നുള്ളത് ആലോചിക്കുകയാണ് ഞാൻ. ഷാഫി പറമ്പിനെ ഇപ്പൊ വടകര വെച്ചുകൊണ്ട് ഇവര് തടഞ്ഞേരി നല്ല പ്രതികരണമാണ് കൊടുത്തത്. കൊടുക്കണമെന്നുള്ള ആഗ്രഹക്കാരാണ് ഞാനും. നിങ്ങളുടെ കോഴിക്കോട് മേഖലയിൽ നിന്ന് യുവമാര് ഇന്നലെ തൊട്ട് വീടുകൾ തോറും കയറി ഇറങ്ങി ന്യായീകരിക്കാൻ വേണ്ടി യുവമാർ ഇറങ്ങുന്നുണ്ട്. യുവമാരെ നിങ്ങൾ ജനങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യും? ഇല്ല, ഓര് വന്നിട്ടുണ്ടെങ്കിൽ വട്ടച്ചൂലെടുത്തിങ്ങാണ്ട് സാമ്പാൻ തന്നെ ഞങ്ങളെ ഭാഗത്തേക്ക് ഒന്നും വന്നിട്ടില്ല. ഞാൻ ചാലിയത്തു നിന്നാണ് വിളിക്കുന്നത്, പിന്നെ ബേപ്പൂർ അക്കരെ ചാലിയം എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് ലൈറ്റ് ഹൗസിന്റെ അടുത്തുനിന്ന്. പക്ഷെ ഞങ്ങളിവിടേക്ക് ഒന്നും ഒരു വന്നിട്ടില്ല. വന്നാൽ ഒരിക്കൽ പട്ടച്ചൂല് നടുപ്പുറത്ത് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഈ പാലക്കാട് രാഹുലിനെ വേണ്ടി കോഴിക്കോട് ജില്ലയിൽ കൊണ്ടാന്ന് ഇടി സാറേ, നമ്മൾ പൊന്നുപോലെ കൊണ്ടാന്നുണ്ട് അതിനെ ആട്ടുതൊട്ടിയിൽ ആട്ടു അത്തരി എന്താന്ന് വെച്ചാൽ പ്രകടന കാഴ്ചക്കെത്തി. ഈ കിളവന്മാർക്ക് വിവരമില്ലേ, ഈ പാർട്ടി വളർത്താൻ വേണ്ടിയിട്ട് ഈ കുട്ടി തെരുവി കിടന്ന് അടി കിട്ടിയിട്ട് റോട്ടുമെന്ന് പോലീസുകാരത്ത് ലാത്തിച്ചാർജിൽ അടി കിട്ടിയിട്ട് പിന്നെ ഏകദേശം നടപ്പുറൊക്കെ പൊട്ടിയത് ഇതായിരിക്കും വേണ്ടിയിട്ടാണ്? ഓന്റെ പിന്നെ അമ്മന് പെങ്ങന്മാർക്കും വേണ്ടിയിട്ടാണോ ഓന് പിന്നെ ഈ അടിയും തല്ലെല്ലാം വാങ്ങിയത്? നാട് നിലനിൽക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ, നമ്മളെ പിന്നെ കേരളം നിലനിൽക്കണം എന്ന് വിചാരിച്ചിട്ടല്ലേ അവരെ ഇതെല്ലാം വാങ്ങണത്? അത് എന്ത് ഇവര് കരുതാതെ പോയത് എന്ത്? ആരല്ലോ ഏതോ പിന്നെ ആരോപണം പറഞ്ഞത് കേട്ടും കണ്ടിട്ട് ആ പെണ്ണ് കൊയഞ്ഞാണെന്ന് കണ്ടിട്ട് ഞാൻ ഇന്റെ നാട്ടിലെ ചെള്ളക്കൊന്ന് കൊടുത്തു കണ്ടോളെ വിടൂ, എന്നിട്ട് പോലീസ് സ്റ്റേഷന് കച്ചേരി കേറിയാലും വേണ്ടിയില്ലാന്ന് വിചാരിച്ചു കണ്ടിട്ട് ആ കുട്ടിന്റെ മുഖം കെട്ടിക്ക് ഇറങ്ങി ഇവര് പുറത്താക്കിയിട്ട് മുഖം ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് ഞാൻ കരിയ ചെയ്തിരുന്നു. ആ നായ്ക്കളെല്ലാം വെത്തിലെ കുത്താൻ കൊണ്ടി കണ്ടിട്ട് പുറത്തേക്ക് ചാടിക്ക് സാറേ. ആ ചെന്നിത്തലന് നമ്മളെ ഉമ്മർചാണ്ടിനെ എന്താണ് ചെയ്തത്? അയാളെ നല്ല മരണപ്പെട്ടു പോയി. നമ്മളതിൽ ഇന്നും പ്രാർത്ഥിക്കുകയാണ് അയാളിൽ നല്ല ഭരണം കാഴ്ചക്ക് വെച്ചുകൊണ്ടാണ്. ഇവരെ മുന്നിലേക്ക് തന്നെ മാടി ആക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇവര് മറ്റുള്ളവരെ അതമ്പതിപ്പിക്കാൻ വേണ്ടിയിട്ട് നോക്കണത്. അതിനി ഒരിക്കലും ഉണ്ടാവരുത്. ചെറുവന്തികളെ എല്ലാ സ്ഥലത്തും എല്ലാ മേഖലയിലും എല്ലാ ജില്ലയിലും ചെറുവന്തികൾ അങ്ങോട്ടേക്ക് വിട്. ഇവരെല്ലാം വെത്തില കുത്താനും ചെയ്തി കുത്താനും കൊണ്ടു കണ്ടിട്ട് സാറ് ആക്കി കൊടുക്കുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. അത്ര പിന്നെ വിളിച്ചിട്ടുണ്ട് കണ്ടിട്ട് കരഞ്ഞിട്ട് പിന്നെ എനിക്കുണ്ടല്ലോ കിടന്നിട്ട് ഉറക്കിടല്ലേ, തിന്നാനും കുടിക്കാനും വേണ്ട. പക്ഷെ അത്തരം വിഷമങ്ങൾ ഉണ്ട്. പക്ഷെ അവർക്ക് അവിടെ വേണ്ടെന്നുണ്ടെങ്കിൽ ഓനെല്ലാം അവിടെ പിന്നെ VD സതീശനെല്ലാം അവിടെ പിന്നെ തോൽക്കാൻ വേണ്ടിയിട്ടുള്ള നാട്ടിൽ കൊണ്ടുപോയിട്ട് എന്നിട്ട് നമ്മളെ കോഴിക്കോട് ജില്ലയിലേക്ക് ഇങ്ങോട്ട് രാഹുലിനും ഇവരെല്ലാം ഇങ്ങോട്ട് കൊണ്ട് കണ്ടില്ലേ? പിന്നെ ഷാഫി പറമ്പിനെല്ലാം കൊണ്ട് ഈ വടകര ഇട്ടുകൊണ്ട് കണ്ടിട്ടേ പാട്ടും പാടിക്കാണ്ട് ജയിച്ചു കണ്ടിട്ട് പൊൻതൊട്ടിയിൽ താട്ടണല്ലേ. അതെന്താണല്ലേ, നമ്മൾ ഈ കണ്ണു പോയാലറിയാം കണ്ണിന്റെ കാഴ്ച എന്നറിയില്ലേ? മുന്നിൽ കാണുമ്പോ അതിന് വില ഉണ്ടാവില്ല, പുറത്തെത്തോലിക്കാണ് അത് വില ഇവിടെ കൂടുതൽ കൽപ്പിക്കുന്നത്. അത് ഇവര് മനസ്സിലാക്കണില്ല. അതുകൊണ്ടിട്ട് അത് പറയാനാണ് ഞാൻ സാറേ, എന്റെ വിഷമം പറയാനും വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ഒരു ബേർട്ടയോ അവര് വന്നിട്ടുണ്ട് ഈ പട്ടച്ചൂലെടുത്ത് ചാമ്പാൻ തന്നെ ഓല് വീടാന്തോരം പറഞ്ഞെന്ന് വെച്ചിട്ടൊന്നും ഇവിടെ സ്വീകരിക്കൂല സാറേ. ഞങ്ങളെ ഭാഗത്തെല്ലാം ഇവിടെ കോൺഗ്രസ് ആണ്, അധികമുള്ളത് കോൺഗ്രസ് ആണ്. പക്ഷെ എന്തായാലും വേണ്ടിയില്ല, ആ രാഹുൽ നിങ്ങൾ കൈവിടരുത്. അതിനെ പിന്നെ ഇങ്ങോട്ടേക്ക് തന്നെ കേൾക്കാൻ തന്നെ നിങ്ങൾ ആ ശ്രമം വരെ നിങ്ങൾ നടത്തണം. കേറുന്ന വരെയുള്ള ശ്രമങ്ങൾ നടത്തണം. ഞങ്ങളും ഉണ്ട് കൂട്ടത്തിൽ. അത്തരം ഓരോ അങ്ങനെ അങ്ങോട്ട് കേട്ടിട്ടൊക്കെ പറയും പോലെ അന്തം കമ്മിയുള്ള മാതിരിയാണ് ഇപ്പൊ ഇരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ അത്തരം എളുപ്പത്തിൽ ഓല് ഇത് ചെയ്തില്ലേ, ഒരു നിയമത്തിൽ കൂടി എന്തെങ്കിലും ഒന്ന് വരാനോ ചെയ്യാനോ ഒന്ന് ഇടട്ടെ. ഇപ്പൊ CPM-യിലല്ലോ BJP-യിലല്ലോ പല അനീതിയും ചെയ്യുന്ന ആൾക്കാരെ ഓല് കൂട്ടുപിടിച്ചു കണ്ടിട്ട് ഓല് പെട്ടെന്ന് രാജിയിൽ കൊടുത്ത് വിടുക അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്തൊക്കെ ഒന്നല്ലേ ഓല് ചേർത്തി പിടിക്കണേ. അതേമാതിരി നിങ്ങൾ ആ കുട്ടീനെ ചേർത്തി പിടിച്ചും കണ്ടിട്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന്റെ ശേഷം എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ള പാർട്ടി നടപടി എടുക്കണം. എന്ത് തെറ്റ് ചെയ്തിരുന്നെ ഓളെ വർത്തമാനം കണ്ടു ഓള് തന്തല്ലാതെ ഓള് ആർക്കല്ലോ ജനിച്ചോളെ അമ്മക്ക് വള
വളർന്നാണ്. ഞാൻ എനിക്ക് കേസും കൂട്ടി കുടുങ്ങിയാലും വേണ്ടില്ല. ആരിക്കല്ലോ ജനിച്ചോള് വളർന്നാണ്. അതുകൊണ്ടാണ് ഓളെ ലൈഞ്ഞ അടി കണ്ടിട്ട് ചാനൽക്കാരോടെല്ലാം പറയണേ. പിന്നാന്നുണ്ടെങ്കിൽ കുറെ ചാനൽക്കാരുണ്ടല്ലേ ഇല്ലാത്ത കെട്ടുകഥ എന്തെങ്കിലും ഇങ്ങോട്ട് കേൾക്കുമ്പത്തിന് ഓല് തലയ്ക്കെട്ടും കെട്ടിങ്ങാണ്ട് ചാടി പുറപ്പെട്ടും കണ്ടിട്ട് ആരോപണം. പ്രത്യേക മന്ത്രിമാരും ആൾക്കാരല്ലേ ഓലെ പേരിലാണ്. ഇവിടെ സാധാരണക്കാർ എത്തിരി ആൾക്കാർ പിന്നെ ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ പള്ളി ഉണ്ടാക്കാനും തുള്ളിക്കെറ്റാനും പൊടുന്നിട്ടൊക്കെ ഓരോ വൈത്തലയിൽ ഇവര് നടക്കുന്നുണ്ടോ? ഈ മന്ത്രിമാരെ വൈത്തല നടന്നും കണ്ടിട്ട് ആരോപണം ഉണ്ടാക്കി കണ്ടിട്ട് നടക്കുന്നത് ആകെ ഇത് കോൺഗ്രസിലുള്ള ആൾക്കാർ മാത്രം അങ്ങനെ ചെയ്യണുള്ളൂ. മറ്റുള്ളവരൊന്നും ചെയ്യണില്ല. എല്ലാരും ചെയ്യണ്ട, ആവശ്യത്തിന് മാത്രമേ എല്ലാരും ചെയ്യണ്ട. അപ്പൊ ഓലതെല്ലാം എന്തുപോലെ തേച്ച് ചളി കൊണ്ട് മായ്ക്കണം അല്ലേ? അതുപോലെ അധികാരത്തിൽ കുത്തിരുന്നോണ്ട് ഉള്ളിലൊക്കെ ചെയ്യണുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്രയും പറയാനുള്ളൂ സാറേ. ഒരു കാലത്ത് എന്റെ കുട്ടീനെ കൈവിടാറ് നിങ്ങൾ. എനിക്കുണ്ടല്ലേ ഞാൻ പാലക്കാട്ടേക്ക് വരാൻ എനിക്ക് എവിടാണ് വീടെന്നൊന്നും അറിയാത്തോണ്ടിട്ടാണ്. അല്ലെ ഞാൻ വണ്ടി കേറിങ്ങാണ്ട് വരും. അത്ര എനിക്ക് വിഷമമുണ്ട് നിങ്ങളോടെ പറയാൻ എന്റെ മനസ്സിൽ. ഞാൻ തൃശ്ശൂരിൽ നിന്ന് സാറേ വിളിക്കുന്നത്. ധേരോമന ഈ മാങ്കുളം എന്തിനു വേണ്ടിയിട്ടാണ് ഈ സതീശനും ഈ ചെന്നിത്തലയും ഇതേമാതിരി വളഞ്ഞിട്ട് ആക്രമിച്ചത്? ഒരു പെണ്ണുങ്ങളെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തും സാധിക്കും. അവര് എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും അവരില്ല. നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ ആണെങ്കിലും അവര് സ്ത്രീകൾ ചെയ്യുന്ന തെറ്റ് പുരുഷന്മാരെ സ്ത്രീ പഠനമാണെന്ന് പറഞ്ഞ ഉടനെ സ്റ്റേഷനിലേക്ക് പോകും. അവര് വരെ സ്ത്രീ പഠനം. തെറ്റ് ചെയ്തത് സ്ത്രീകളായിരിക്കും. ചെയ്യാത്ത പുരുഷന്മാർക്ക് പോലീസുകാരുടെ ഇന്ന് മർദ്ദനമാണ്. അതേപോലെ തന്നെയാണ് ഇപ്പം ഈ സമൂഹത്തില് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സംഗതികൾ. ദൈവം പോലും വിചാരിച്ചാൽ ഇതേമാതിരി നടന്ന ഫ്രോഡായ പെണ്ണുങ്ങളെ നേരെയാക്കാൻ ഒരാൾക്കും സാധിക്കില്ല. പുരുഷന്മാര് എന്ത് തെറ്റ് ചെയ്താലും സാറേ അവരെ നല്ലതുമാതിരി സോപ്പിട്ട് കുളിച്ചാൽ അവരുടെ എല്ലാ തെറ്റുകളും കഴുകി പോകും. ദൈവം പറഞ്ഞിട്ടുണ്ട് എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും പൊറുക്കാനും മനുഷ്യന് കഴിവുണ്ട്. ഈ സതീശൻ ഇന്ന് രംഗത്തിറങ്ങിയാൽ പട്ടച്ചൂലെടുത്ത് പെണ്ണുങ്ങള് അവന്റെ മുഖം അടിച്ചു പൊളിക്കുന്നത് സാറിന് കാണാം. ഈ രമേശൻ എന്തിനാണ് ഇതേമാതിരിയുള്ള വൃത്തികേട് ഭാഷകൾ ഉപയോഗിച്ച് അവനെ പുറത്താക്കണം എന്നിട്ട് ആരെ കയറ്റും? ഇവനെ പുറത്താക്കി, ഇവനെ തന്നെ എന്നിട്ട് ആരെ കയറ്റും? ഇവരാരെ കയറ്റും? അവള് കേക്ക് മുറിച്ചവന്റെ അണ്ണാക്കിലേക്ക് തള്ളുകയാണ് അവളുടെ. അവളും ഈ സതീശനും തമ്മിലുള്ള അവിഹിത ബന്ധം പാവപ്പെട്ട നല്ലൊരു മനുഷ്യനായ രാഹുലിന്റെ ഹൃദയത്തിലേക്ക് വെച്ചു കൊടുത്തു. ആ മനുഷ്യന്റെ സമൂഹത്തിന്റെ മുമ്പിൽ വിലയും നിലയും ഇല്ലാതെയാക്കാൻ വേണ്ടി രാവും പകലും ആലോചിച്ച് തീരുമാനിച്ചുറപ്പിച്ച കാര്യമാണ് സാറേ ഇത്. അതുകൊണ്ട് സാർ ഒരിക്കലും സാറിനെ പോലെയുള്ള എല്ലാ മനുഷ്യരും ഈ രാഹുലിന് വേണ്ടി പ്രവർത്തിക്കണം. നഷ്ടപ്പെട്ടു പോയ എല്ലാ അധികാരങ്ങളും അവന് കൊടുത്ത് അവനെ അവന്റെ സ്ഥാനത്തിരിക്കണം. രാഹുൽ വിഷയത്തിൽ പ്രതികരണങ്ങൾ തുടരുന്നു. പ്രതികരണം അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് 9746114444 എന്ന നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ 9746466440 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ശബ്ദ സന്ദേശമായി വാട്സാപ്പായി അയക്കാവുന്നതാണ്. i2i ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്, പ്രതികരിക്കാൻ ഒരിടം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.